ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ആലിയ ഫുഡ്സ് ഫേവറേറ്റ് കഫേ ലെറ്റോ മിൽക്ക് കേക്കാണ്. വളരെ സ്വാദിഷ്ടവും വായിൽ വെച്ചാൽ അലിഞ്ഞു പോകുന്നതുമായ ഒരു കേക്കാണിത്. ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ ഈ കേക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ടു ദ വീഡിയോ. കേക്ക് ഉണ്ടാക്കുന്നതിനുള്ള ഒരു ഓവൻ സെറ്റപ്പ് നമുക്ക് തയ്യാറാക്കാം. ആദ്യമായി ഒരു അലുമിനിയം പാത്രം അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് ഒരു റിങ് ഇറക്കി വെച്ച് കൊടുക്കാം. റിങ് ഇറക്കി വെച്ചതിന് ശേഷം ഒരു അടപ്പ് കൊണ്ട് പാത്രം അടച്ചു കൊടുക്കുക. അതിനുശേഷം അടുപ്പ് കത്തിച്ച് 5 to 7 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കിയെടുക്കാം. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിൽ 1 കപ്പ് പഞ്ചസാര ഇട്ട് പൊടിച്ചെടുക്കാം. പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അരിപ്പിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൗഡർ ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് എന്നിവ ചേർത്ത് നമുക്ക് നന്നായി അരിച്ചെടുക്കാം. കേക്ക് ഉണ്ടാക്കുന്നതിന് 4 മുട്ടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. മിക്സിയുടെ വലിയ ജാറിലേക്ക് 4 മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇത് രണ്ടും നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിലേക്ക് പൊടിച്ചു വച്ചിരിക്കുന്ന ഷുഗർ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കാം. അടിച്ചെടുത്ത ബാറ്റർ നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മൈദ കുറേശ്ശെ ഇട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഒരു വിസ്ക് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ബീറ്റർ ഉള്ളവർ ബീറ്റർ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി. ബീറ്റർ ഇല്ലാത്തവർക്ക് ഒരു വിസ്ക് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താലേ കേക്ക് നല്ല സോഫ്റ്റായി കിട്ടുകയുള്ളൂ. ബാറ്ററിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വിനാഗിർ ചേർത്ത് കൊടുക്കാം. വിനീഗർ ചേർക്കുന്നത് കേക്ക് സോഫ്റ്റായി വരുന്നതിന് വേണ്ടിയിട്ടാണ്. വിനീഗർ ചേർത്തെന്നും പറഞ്ഞുകൊണ്ട് കേക്കിൽ പുളിപ്പൊന്നും ഉണ്ടാകത്തില്ല. ഈ 1 ടീസ്പൂൺ ചേർത്താൽ മതിയാകും, കൂടുതൽ ചേർക്കരുത്. വിനീഗറും ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ബാറ്റർ ഇവിടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു കേക്ക് ട്രേയിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ എല്ലായിടത്തും ആകുന്ന വിധം ഒരു സ്പാച്ചില വെച്ച് നമുക്ക് തടവി കൊടുക്കാം.
ഓയിൽ പുരട്ടിയതിന് ശേഷം റൗണ്ട് ഷേപ്പിൽ ഒരു ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. കേക്ക് ട്രേയിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്ററിലുള്ള എയർ ബബിൾസ് പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ച് നമുക്ക് കറക്കി കൊടുക്കാം. ടൂത്ത് പിക്ക് കൊണ്ട് കറക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഓവൻ സെറ്റപ്പ് നമുക്ക് തുറന്ന് നോക്കാം. ഓവൻ സെറ്റപ്പ് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഇറക്കി വെച്ച് കൊടുക്കാം. ബാറ്റർ ഇറക്കി വെച്ചതിന് ശേഷം പാത്രം അടപ്പ് കൊണ്ട് അടച്ച് 25 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. 25 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം. കേക്ക് നന്നായിട്ട് വെന്ത് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് ഒരു ടൂത്ത് പിക്ക് വെച്ച് വെന്തോ എന്ന് നമുക്ക് നോക്കാം. ടൂത്ത് പിക്കിൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. കേക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കേക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാം. വളരെ സോഫ്റ്റായിട്ടുള്ള നല്ല ഒരു കേക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. നമ്മൾ നേരത്തെ കാണിച്ച അളവിൽ തന്നെ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർക്കുകയാണെങ്കിൽ ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് നിങ്ങൾക്കും തയ്യാറാക്കാവുന്നതാണ്. കേക്കിൻ്റെ മുകൾ ഭാഗമൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് കൊടുക്കാം. ഇനി കേക്കിൻ്റെ സൈഡ് ഭാഗങ്ങളും കൂടെ കട്ട് ചെയ്തെടുക്കാം. കേക്ക് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ പ്രധാന ഭാഗമായ മിൽക്ക് മിക്സ് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ജാറിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 3/4 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. അടുത്തതായി 3/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ഒഴിച്ചു കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല. 1/2 കപ്പ് വിപ്പിംഗ് ക്രീം കൂടുതൽ ഒഴിച്ചാൽ മതിയാകും. ഇനി ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പാലും കണ്ടൻസ്ഡ് മിൽക്കും വിപ്പിംഗ് ക്രീമും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കേക്ക് സൈഡും വശങ്ങളും എല്ലാം കട്ട് ചെയ്ത് നന്നായി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇത് നമുക്ക് കുത്തി കൊടുക്കാം. കാരണം മിൽക്ക് ഇതിനകത്ത് നന്നായിട്ട് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടാണ്. ആലിയ ഭട്ട് ഫേമസ് ആക്കിയ ഒരു കേക്കിൻ്റെ മോഡലിലാണ് നമ്മളിതിവിടെ ഉണ്ടാക്കുന്നത്. അടുത്തതായി ഒരു ബൗളിലേക്ക് നമുക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു വിസ്ക് വെച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ച് പാടാണെങ്കിലും വിസ്ക് ഉപയോഗിച്ച് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ ഉള്ളവർ ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. വിസ്ക് ഉപയോഗിച്ച് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും. കേക്ക് നമ്മളൊരു പ്ലേറ്റിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിൽക്ക് മിക്സ് കുറേശ്ശെ ഇതിൽ ഒഴിച്ചു കൊടുക്കാം. മിൽക്ക് മിക്സ് കുറേശ്ശെയായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ആദ്യം ഒഴിച്ചത് താഴ്ന്നതിന് ശേഷം വീണ്ടും അടുത്ത പാർട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി അടുത്ത പാർട്ട് മിൽക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഒന്നിച്ചൊഴിച്ചാൽ പുറത്ത് കളഞ്ഞു പോകും. അതുകൊണ്ടാണ് കുറേശ്ശെ ഒഴിച്ച് കേക്കിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത്. മിൽക്ക് മിക്സ് ഒഴിച്ചപ്പോൾ തന്നെ കേക്ക് നല്ല വെണ്ണ പോലെ ആയിട്ടുണ്ട്. വായിൽ വെച്ചാൽ അലിഞ്ഞു പോകുന്ന രീതിയിലായിട്ടുണ്ട്. മിൽക്ക് മിക്സ് മുഴുവനായി ഒഴിച്ചു കൊടുക്കണ്ട. ഒരു 3/4 ഭാഗം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 1/4 ഭാഗം നമുക്ക് മാറ്റി വയ്ക്കാം. അവസാനം കേക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
മിൽക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സ്ട്രോബെറി കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇനി ഗ്രേപ്സ് കട്ട് ചെയ്തെടുക്കാം. കുരുവില്ലാത്ത കറുത്ത മുന്തിരിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മിൽക്ക് കേക്കിൽ ക്രീം തേച്ചെടുക്കാം. ഒരു പാലറ്റ് നൈഫ് ഉപയോഗിച്ച് വിപ്പിംഗ് ക്രീം എല്ലായിടത്തും തേച്ച് പിടിപ്പിക്കാം. മുകളിൽ മാത്രം തേച്ച് പിടിപ്പിക്കരുത്, സൈഡിൽ വശങ്ങളിലും എല്ലാം തേച്ച് പിടിപ്പിക്കുക. കേക്ക് ക്രീം അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്ട്രോബെറിയും ഗ്രേപ്സും വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി കട്ട് ചെയ്ത ഗ്രേപ്സ് വെച്ച് കൊടുക്കാം. ആലിയ ഭട്ട് ഫേമസ് ആക്കിയ കഫേ ലെറ്റോ മിൽക്ക് കേക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.